അല്ലേ എടി പെണ്ണെ, നീ 9 മണി വരെ കിടന്നുറങ്ങിയതല്ലേ? എന്നിട്ട് എങ്ങനെയൊക്കെ മനുഷ്യൻ പറഞ്ഞ് എഴുന്നേറ്റതാ. എന്നിട്ട് ഇവിടെ വന്നിരുന്ന് കസേര ഇരുന്ന് ഉറങ്ങുന്നു. എന്റെ അടി കളിക്കുന്നേ. കുറച്ചു നേരം ഇവിടെ ഉറങ്ങട്ടെ അമ്മ, എനിക്ക് ഉറക്കം മതിയായില്ലോ. ഓ, കെട്ടിക്കാറായ പെണ്ണിരുന്ന് ഉറങ്ങണ കണ്ടില്ലേ? ഇടി നിനക്ക് എത്ര ഉറങ്ങിയാലും മതിയാവില്ലേ? അതുകൊണ്ട് ഒരു അവസാനത്ത് ഉറക്കം മര്യാദയ്ക്ക് എഴുതി പൊക്കോ, അല്ലെങ്കിൽ നീ ചൂടുവെള്ളം തലക്കെടുത്ത് ഒഴിഞ്ഞാൻ. അമ്മ എന്തോ ഇങ്ങനെ മനുഷ്യർ ഉറങ്ങാൻ സമ്മതിക്കില്ല. ഇല്ലടി, നിന്നെ ഞാൻ ഉറക്കത്തില്ല. 2-3 കൊല്ലം കഴിഞ്ഞ് നിന്നെ കെട്ടിച്ചു വിടാനുള്ളതാ. നീ ഇന്ന് ഇവിടെ ഇത് കാണിച്ചിട്ട് നാളെ കെട്ടിക്കൊണ്ട് പോകണ വീട്ടിൽ ഇതിന് കാണിച്ചാലേ എനിക്കാ നാണക്കേട്. എന്നാലും വേണ്ട, മര്യാദയ്ക്ക് എഴുന്നേറ്റ് പൊക്കോ, അല്ലെങ്കിൽ തോടടിച്ച് പൊട്ടിക്കും ഞാൻ. ഞാൻ എഴുന്നേറ്റ് അമ്മ പൊക്കോ. മര്യാദയ്ക്ക് എഴുന്നേറ്റ് പോക്കോ. ഞാൻ പോയിട്ട് വരുമ്പോഴേക്കും എഴുന്നേറ്റില്ലെങ്കിൽ കിട്ടില്ല, തോടടിച്ച് പൊട്ടിക്കും. എന്താ അമ്മ, എന്തിനാ അമ്മയെ കിടന്ന് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കണേ? എടി, നീ ഇതുവരെ എഴുന്നേറ്റില്ലേ? അമ്മ ഇന്ന് ചേട്ടൻ്റെ ലീവാണ്. ഇതിനെ നേരത്തെ എഴുതേക്കണേ, അതാ വൈകി എഴുതേക്കാന്ന് വിചാരിച്ചു. എൻ്റെ ദൈവമേ, ഈ പെണ്ണ് എന്ത് ഉറക്കമായി ഉറങ്ങുന്നേ. എടി മോളെ, എഴുന്നേറ്റ് മരുമോന് വല്ലതും ഉണ്ടാക്കി കൊടുക്ക്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ സമയം കഴിഞ്ഞില്ലേ? എഴുന്നേറ്റ പെണ്ണേന്ന്. അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടെന്ന് ഇന്നലെ കിടക്കുന്നതിന് മുന്നേ ചേട്ടൻ പറഞ്ഞായിരുന്നു. പിന്നെ ലഞ്ച് ഉച്ചയ്ക്ക് ഓൺലൈൻ ഓർഡർ ചെയ്യുക, ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു. അതല്ലേ കിടന്നുറങ്ങാന്ന് വിചാരിച്ചേ. അമ്മ എന്തിനാ കിടന്ന് വിളിച്ചോണ്ടിരിക്കണത്? അമ്മ ഒന്ന് പോയേ. കല്യാണത്തിന് കൊല്ലേ അമ്മ ഉറക്കിയിട്ടില്ല എന്നെ. കല്യാണം കഴിഞ്ഞിട്ടും അമ്മ ഈ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അമ്മ ഒന്ന് വെച്ചിട്ട് പോയല്ലേ, എഴുന്നേറ്റിട്ട് വിളിക്കാം. അയ്യോ, കൊള്ളാല്ല. ഈ 12 മണിയായിട്ട് പെണ്ണ് എഴുന്നേറ്റില്ല. ഇവിടെ ചോറുണ്ടോ സമയമായി? അമ്മേ, എൻ്റെ ക്ലാസ്സിലുണ്ടല്ലോ ഇപ്പൊ ഒരുപാട് പേര് മൂക്കുകുത്തിയപ്പോ വേദനയൊന്നുമില്ലെന്ന് പറയണേ. ഇപ്പൊ നല്ല രസാ. ഒരുപാട് പിള്ളേർ ഇങ്ങനെ ഓരോ ദിവസം വ്യത്യസ്ത സ്റ്റൈലിലുള്ള മറ്റേ മൂക്കുത്തിയൊക്കെ ഇട്ടിട്ട് വരും. നല്ല ഭംഗിയെ കാണാൻ. കുറെ കല്ലിൻ്റെ ടൈപ്പൊക്കെ. നല്ല രസമുണ്ട്. വേദന ഒന്നും ഇല്ലെന്നാ പറയണേ. എനിക്ക് മൂക്ക് കുത്തിയത് നല്ലതായിരിക്കുന്ന കോളേജിൽ പിള്ളേരൊക്കെ പറയണത്. ഈ ഇടത്തെ മൂക്കിൽ കുത്തിയാൽ നല്ല രസമുള്ള ഈ നീള മൂക്കായതുകൊണ്ട് മൂക്കുത്തി നല്ലതായി ചേരുന്നു പറയണത്. അമ്മ ഒന്നും മിണ്ടാന്ന്. ഞാൻ പറയുന്നൊന്നും അമ്മയ്ക്ക് കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്, നന്നായിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മോള് മൂക്കുത്തി കുത്തില്ല. എനിക്കത് ഇഷ്ടമില്ല. മോളെ കൊണ്ട് ഞാൻ മൂക്കുത്തി കുത്താൻ സമ്മതിക്കത്തില്ല കേട്ടോ. അമ്മയ്ക്ക് ഇഷ്ടമല്ലാന്ന് വിചാരിച്ചിട്ട് ഞാനെന്തിനാ ചെയ്യാതിരിക്കുന്നത്? ഇതൊരു കഷ്ടമാണ്. ഞാൻ പറയണ കേട്ടാ അങ്ങ് ജീവിച്ചാൽ മതി. ഈ ടാറ്റു അടിച്ചിട്ടും മറ്റേ മൂക്ക് കുത്തിയിട്ടുള്ള പ്രഹസനമൊന്നും എൻ്റെ പൊന്നുമോക്ക് വേണ്ട കേട്ടോ. മനസ്സിലായോ? ആവശ്യമില്ലാത്ത കോമാളിത്തരം ഒന്നും നീ ചെയ്യണ്ട. അതെനിക്ക് ഇഷ്ടമല്ല, ഞാനൊട്ട് സമ്മതിക്കില്ല. നിന്റെ കോളേജിലും കുറെ കോലകേറി പെമ്പിള്ളേരുണ്ടാവും. അവർ പറഞ്ഞത് ചെയ്യുന്നതനുസരിച്ച് നീ അതിനനുസരിച്ച് തുള്ളാൻ നിൽക്കണ്ട. അതിവിടെ നടക്കത്തില്ല, ഞാൻ സമ്മതിക്കത്തുമില്ല. അയ്യടി മൂക്ക് കുത്തിയിട്ടേ കുത്തത്തുള്ളൂ. മൂക്ക് കുത്തിയിട്ട് എന്തൊക്കെ ഈയിടെ ഒരു ന്യൂസിൽ കണ്ടു. മൂക്ക് കുത്തിയിട്ട് എന്നാണ്ട് മൂക്കിൻ്റെ ആ തിരിവ് അങ്ങാണ്ട് ശ്വാസകോശത്തിൽ അങ്ങോട്ട് പോയി ശ്വാസം മുട്ടുണ്ടായെന്ന് എന്തൊക്കെ വാർത്തകളാ. അതൊന്നും അവള് കാണത്തില്ല. ചെത്തിക്കൊണ്ട് നടക്കണ മാത്രമേ ഉള്ളൂ അവൾക്ക്. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ ഈ യൂട്യൂബ് കിടന്ന് മുരടിച്ച് ചാവത്തേ ഉള്ളൂ. എന്നാണ് ഈ സമയത്ത് വിളിക്കുന്നേ? അമ്മേ, കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹം നടക്കാൻ പോവാ. അത് പറയാൻ അമ്മേനെ വിളിച്ചേ. അതെന്നാ നിന്റെ അത്രയും നാളത്തെ ആഗ്രഹം? അതെന്തുവാ? ഞാനെന്നുണ്ടല്ലോ വെറുതെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് മൂക്കുത്തി കുത്താൻ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ കേട്ട പാടി കേൾക്കാത്ത പാടി എന്നോട് പറയാം, നീ പോയി മൂക്കുത്തിക്കോ, അതൊക്കെ നിൻ്റെ ഇഷ്ടമല്ലേന്ന്. എനിക്കത് സന്തോഷമായി പോയവേ. നാളെ പോയി കുത്താൻ പോവാ. പിന്നെ ഉണ്ടല്ലോ ചേട്ടൻ പറയുക, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ടാറ്റു കൂടെ വേണേൽ അടിച്ചോടാൻ. ഞാൻ അതുകൂടെ കേട്ടപ്പോൾ എനിക്കങ്ങ് സന്തോഷമായിപ്പോയി. ഇത്രയും നല്ലൊരു ഭർത്താവിനെയാണോ അമ്മ എനിക്ക് കിട്ടിയത്. അമ്മ എന്താ അമ്മ ഒന്നും മിണ്ടാത്തെ? അത് പിന്നെ മരുമ വല്ല തമാശയ്ക്ക് പറഞ്ഞായിരിക്കും മൂക്ക് കുത്തിക്കോന്ന്. ആ മരുമൊന്നും ഇഷ്ടം കാണത്തില്ലെന്നേ. അതൊന്നും ചെയ്യണ്ട മോളെ. പിന്നെ തമാശ പറഞ്ഞൊന്നുമല്ല, ചേട്ടാ സീരിയസ് ആയിട്ട് പറഞ്ഞില്ല. എന്നോടുള്ള ഇഷ്ടം കൊണ്ട് എന്നെ അങ്ങനെ പറഞ്ഞത്. അമ്മയുടെ കല്യാണത്തിന് മുമ്പ് ഞാൻ എന്തോരം ചോദിച്ചിട്ടുണ്ട്, അമ്മ ഒരു മൂക്കുത്തൂത്തിക്കോട്ടെ. അമ്മയ്ക്ക് അന്ന് വലിയ ജാടയായിരുന്നല്ലോ, ഒട്ടും സമ്മതിച്ചിട്ടില്ല. ഇനി എൻ്റെ സ്വപ്നങ്ങളൊക്കെ നടക്കും അമ്മേ. ഞാൻ ആഗ്രഹിച്ചതൊക്കെ എൻ്റെ ചേട്ടൻ എനിക്ക് നടത്തി തരും. ഇത്രയും നല്ലൊരു ഭർത്താവിനെ കിട്ടിയതാണ് എനിക്ക് ഏറ്റവും വലിയ ഗുണം. താങ്ക് ഗോഡ്. ശരി കേട്ടോ അമ്മേ, ചേട്ടൻ വിളിക്കുന്നുണ്ട്. ശരി.
എൻ്റെ ദൈവമേ, ആ ചെറുക്കനത് സമ്മതിച്ചോ? അവനത് പറഞ്ഞുകൂടായിരുന്നു കുത്തണ്ടെന്ന്? ഒരു ഭംഗിയും കാണത്തില്ല. എന്നാത്തിന് ഈ മൂക്കൊക്കെ കുത്തുന്ന ഇവക്ക്? ഇത് എന്നാത്തിന്റെ കേടാ? എന്റെ ദൈവമേ, ഈ പെണ്ണിന്റെ മുടി മൊത്തവും പോയല്ലോ, കോഴിവാല് പോലായി. ആ അമ്മ, ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് ഈയിടെ ഈ പാല് പോലെ കിടന്നിട്ട് ഒരു ഭംഗിയില്ല. നമുക്കിത് പകുതിക്കങ്ങോട്ട് മുറിച്ച് കളഞ്ഞാലോ? പകുതി മുടിയാകുമ്പോൾ ഫാഷൻ. വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട. പെൺപിള്ളേരായ കുറച്ച് മുടിയൊക്കെ വേണം, അതാണ് ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് ഈ തോളറ്റ വരെ മുടി മുറിച്ചിട്ടിട്ട് നിനക്ക് എന്നാ കിട്ടാനാ? നടക്കുകയില്ല. എനിക്ക് അത്ര സുഖം തോന്നുന്നില്ല. മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. നമുക്കിത് മുറിച്ച് കളയാം, എനിക്ക് വേണ്ടോ? നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. എൻ്റെ പൊന്നുമോളെ, നീ വെറുതെ പറയൽ മാത്രമേ ഉള്ളൂ കേട്ടോ. എത്രയോ പേർക്ക് മുടിയില്ലാണ്ട് കിടന്ന് വിഷമിക്കുന്നത്. അപ്പോൾ ദൈവം തമ്പുരാൻ നിനക്ക് ഇത്രയും മുടി വന്നതിന് നന്ദി പറയുന്നതിന് വരെ അവൾ കൊടുത്തിട്ട് വർത്താനം പറയുന്നു. നീ മുടി കുറച്ചിട്ടുള്ള പ്രശ്നമൊന്നും എൻ്റെ പൊന്നുമോക്ക് വേണ്ട. ഇതുകൊണ്ട് അങ്ങ് നടന്നാൽ മതി കേട്ടോ. അമ്മേ, ഞാനിന്ന് വൈകിട്ട് വിളിക്കത്തില്ല കേട്ടോ. എവിടെ പോവാ? സിനിമയ്ക്കും എല്ലാം പോവാന്നോ? ഞാനേ ബ്യൂട്ടി പാർലറിൽ പോവാ, മുടി വെട്ടാൻ പോവാ. ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കും ഈ മുടി എന്നെ കൊണ്ട് പറ്റണില്ല, ഷോർട്ട് ഹെയർ ആക്കണമെന്ന്. ഞാൻ ചേട്ടനോടൊന്ന് വെറുതെ തമാശയ്ക്ക് പറയുമ്പോൾ ചേട്ടൻ പറയാം, നീ പോയി വെട്ടിക്കോ, നിൻ്റെ മുടിയല്ലേ, നിൻ്റെ ഇഷ്ടമല്ലേ ഇത്. ചേട്ടൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ പോയി വെട്ടാത്. എൻ്റെ പൊന്നു വെച്ചാൽ നല്ലൊന്നാത്തരം മുടിയല്ലേ അത്, എന്നാത്തരാണ് ഈ വെട്ടിക്കളയുന്നത്? എൻ്റെ അമ്മ, എത്ര നല്ല മുടിയാണെങ്കിലും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ എന്തിനാണ് ഇത്രയും വരെ ഈ വാല് പോലെ മുടി വലിച്ചു കയറ്റിക്കൊണ്ട് നടക്കുന്നത്? പിന്നെ പണ്ട് അമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ സമ്മതിക്കത്തില്ലായിരുന്നു മുടി വെട്ടാൻ. ഇപ്പം ചേട്ടനോട് വരുമ്പോൾ ചേട്ടൻ പറഞ്ഞു നീ വെട്ടിക്കോളാൻ പറഞ്ഞു. പിന്നെ ഇപ്പം അമ്മയുടെ സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ, കല്യാണം കഴിഞ്ഞില്ലേ. എൻ്റെ ഭർത്താവിൻ്റെ സമ്മതമാണല്ലോ വേണ്ടത്. അതുകൊണ്ട് വരെ ഞാൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ വെട്ടിക്കോളാൻ പറഞ്ഞു. ഞാൻ എന്തായാലും വെട്ടാൻ പോകും. ചേട്ടൻ വേണമെങ്കിൽ കളർ കൂടെ ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ വേണ്ട, കളറൊന്നും ചെയ്യണ്ട, മുടി വെട്ടിയാൽ മാത്രം മതി ഇത്. പിന്നെ ഇല്ലേ അമ്മ, ചേട്ടൻ്റെ വർക്കിൻ്റെ കാര്യമായിട്ട് നാളെ ഞങ്ങൾ ആ വഴി വരുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ അടുത്തേക്ക് വരാം കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് കാണാൻ മുടി വെട്ടിയതൊക്കെ എൻ്റെ സ്റ്റൈലായിട്ട് അമ്മ കാണുമ്പോൾ എന്താ അഭിപ്രായം അമ്മ പറയണേ. ചേട്ടൻ ദൈവം വിളിക്കുന്ന അമ്മ, ഞാൻ വിളിക്കാം കേട്ടോ. ശരി. എൻ്റെ ദൈവമേ, ആ കൊച്ചിൻ്റെ മുടി ഞാൻ എന്നാ കഷ്ടപ്പെട്ട് ചെറുപ്പം തൊട്ടേ വളർത്തിക്കൊണ്ട് വന്നിയാ നമുക്ക് ഒരു ബോധമില്ല, അത് വെട്ടിക്കളയുക. ആ കിഴങ്ങൻ വരുമ്പോൾ എന്നാ വായി നോക്കിയിരിക്കുക. അവനങ്ങ് എല്ലാം അവിടെ പറയുന്ന അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കുക. അവനൊരു ഇത് വെട്ടയാ മുടി വെട്ടേണ്ടടി എന്ന് പറഞ്ഞു കൊടുത്താൽ അവൾക്ക് മനസ്സിലാവത്തില്ലേ? ആ കിഴങ്ങനാണ് എല്ലാം അത് സമ്മതിക്കുക. എൻ്റെ ദൈവമേ, നല്ലോണം മുടി അത് വെട്ടിക്കൊണ്ട് പോകുമെന്ന് വരും. എനിക്കാണെങ്കിൽ ഒന്നീ കൂടുതൽ പറയാമോ? വരുമ്പോൾ സമ്മതിച്ചിരിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ? അയ്യോ, നാളെയും കൂടെ വരുമല്ല, കാണിച്ചു കൊടുക്കാം ഞാൻ. എങ്ങനെയുണ്ട് മുടി വെട്ടി? നല്ല രസല്ലേ? മുക്കുത്തി മുക്കുത്തി. അമ്മ എന്തിനാ തല്ലിയേ? എന്ത് കോലാടിത്! നാണം കിട്ടുള്ള ഒന്ന് കേറികളായിട്ടില്ലേ? ഇടി നിന്നെ ഞാൻ എങ്ങനെ വളർത്തിയതാടി? മുടിയെ മുറിച്ച് കളഞ്ഞ് നല്ലോന്നാത്ര മുടിയായിരുന്നു. ആ മുടിയെ മുറിച്ച് കളഞ്ഞ് മൂക്കുത്തി ഇട്ട് നീ ആരാണ് വിചാരം? നീ കുറച്ച് ദിവസമായിട്ട് നിന്റെ അഹങ്കാര വാർത്ത ഞാൻ കേൾക്കുന്നുണ്ട്. പണ്ട് ഞാൻ നിനക്ക് സമ്മതിക്കാത്ത കാര്യങ്ങളൊക്കെ നീ വലിയ നിന്റെ ഭർത്താവിനെ കെട്ടിക്കഴിഞ്ഞപ്പോൾ അങ്ങ് വലിയ അഹങ്കാരം പോട്ട് വർത്താനവും പറഞ്ഞ് ചെയ്തല്ലടി. നീ എന്തായാലും എന്നോട് ഒരു ഇച്ചിരി സ്നേഹം ഉണ്ടായിരുന്നു, നീ പണി കാണിക്കുമായിരുന്നോ? ഒരു ഇച്ചിരി സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ നിന്നെ കണ്ടു നടന്നയാടി. അവള് മുടിയും മുറിച്ച് മൂക്കും കുത്തിക്കൊണ്ട് വന്നേക്കുന്നത്. എടി 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 നിനക്കറിയാം, അതെ നീ എങ്ങനെയൊക്കെ ആണെങ്കിലും ഏതൊക്കെയാണെങ്കിലും കല്യാണം കഴിഞ്ഞാൽ ഇല്ലെങ്കിലും നിന്നെ പെറ്റ് വളർത്തിയത് ഞാൻ തന്നെയാണ്. ആ സ്ഥാനേ ആർക്കും പോവില്ല കേട്ടോ, അതിലൊരു മാറ്റവും വരില്ല. നീ ഭർത്താവിനെ കിട്ടിയെന്ന് പറഞ്ഞാൽ നീ അമ്മയുടെ അഹങ്കാര വർത്താനം പറയുന്നില്ലടി. എടി 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 മര്യാദയ്ക്ക് ഇപ്പം തന്നെ എന്നിട്ട് നിൻ്റെ കുട്ടിയോൻ്റെ വീട്ടിക്കോ ഏത് വല്ലവൻ്റെ വീട്ടിക്കോ പൊക്കോ. എനിക്ക് തന്നെ കാണണ്ട എൻ്റെ ഈ കോളത്തിൽ വന്നേക്കുന്നവള്. കണ്ട അമ്മ